കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ കാത്തിരുന്ന് നമ്മുടെ വിഷുക്കാലൊക്കെ എത്തിയിട്ടാ. അപ്പൊ നമുക്ക് വിഷുക്കാലത്ത് ഒഴിച്ചു കൂട്ടാൻ പറ്റുന്ന കാര്യം വിഷുക്കട്ടി ഉണ്ടാക്കല്. അപ്പൊ നമ്മുടെ വിഷുക്കട്ടി ഉണ്ടാക്കുന്ന പരിപാടിയിൽ നമ്മൾ കിട്ടാ. അപ്പൊ അതിലേക്ക് എടുക്കേണ്ട ആദ്യത്തെ ഐറ്റംസ് എന്ന് പറയുന്നത് പച്ച അരി ഉണ്ടാ, പച്ച അരിയാണ് എടുക്കണ്ടാ. അപ്പൊ നമ്മള് ഇതിലേക്ക് 2.5 നാഴി എടുത്തിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ ആദ്യം നമുക്ക് ഇത് കഴുകിയിട്ടൊന്ന് വരാട്ടോ. നമുക്ക് നമ്മുടെ വിഷുക്കട്ടികൾ അരിയൊക്കെ കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിട്ടാ. അപ്പൊ ഇതിലേക്ക് ഞാൻ 2 നാളേരാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പൊ അതിൽ 1-ാം പാല് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. അതിൽ സെക്കൻഡ് പാല് നമ്മുടെ അതിലാണ് നമ്മുടെ ഈ അരി വേവിക്കുന്നത് കേട്ടോ. അപ്പൊ അരി ഇടാനുള്ള പരിപാടി നമുക്ക് നോക്കിയല്ലോ. അപ്പൊ വിഷുക്കട്ടി ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണ. ഇളക്കൽ നിർത്താൻ പാടില്ല, എന്താ വെച്ചാൽ അടി പിടിക്കും. അപ്പൊ ഒരുവിധമൊക്കെ ഏകദേശം ഇങ്ങനെ ആയി തുടങ്ങിട്ടാ. അപ്പൊ നമ്മൾ എടുത്തിട്ടുള്ള പാലെന്ന് പറഞ്ഞാൽ 2-ാം പാല് നമ്മൾ എടുത്തിട്ടുള്ള കേട്ടോ. അതിലാണ് ഈ അരി വേവിക്കുന്നത്. അപ്പൊ നമുക്ക് ഫസ്റ്റ് പിഴിഞ്ഞ് വെച്ച പാല് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ വീടിൻ്റെ അവിടെ പോയി നെല്ല് കുത്തി എടുത്തിട്ടുള്ള അരിയാണ് കേട്ടോ അത്. അപ്പൊ അതുകൊണ്ട് ഇത് ചെറിയ അരിയാണ്. അപ്പൊ നമുക്ക് കടയിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ ഇത് വലിയ അരി ആയിരിക്കും നമുക്ക് കിട്ടാം. അപ്പൊ അതിനനുസരിച്ച് പാലിന്റെ അളവുകളൊക്കെ മാറും കേട്ടോ. അപ്പൊ നമുക്ക് ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് നമ്മളിതിൽ 2.5 നാഴി അരിയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 2 മുറി നാളികേരം എടുത്തത്. അപ്പൊ വിഷുക്കട്ടി ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ എന്താ വെച്ചാൽ അടി പിടിക്കും. അപ്പൊ എനിക്ക് എടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ 2 നാളേരാണ് എടുത്തിട്ടുള്ളത്. ഒന്നുകൂടി പറഞ്ഞു തരാം. 2 നാളേരാണ് എടുത്തിട്ടുള്ളത്. അതിൽ നമ്മൾ പിഴിഞ്ഞ് 1-ാം പാല് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. അതിൽ 2-ാം പാലിലാണ് നമ്മൾ ഈ അരി വേവിക്കുന്നത് കേട്ടോ. ഇത് ഏകദേശം അരി ഇങ്ങനെ വെന്ത് വരുന്നുണ്ട് കേട്ടോ ഏകദേശം. അപ്പൊ അതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് നമ്മൾ ഇളക്കി നന്നായി കൊടുക്കാം കേട്ടോ. അപ്പൊ ഉപ്പൊക്കെ നിങ്ങളുടെ പാകത്തിന് നോക്കി നിങ്ങൾ ഇട്ടിട്ട് നോക്കിയിട്ട് ഒന്ന് ഇളക്കി കൊടുത്ത് ചേർക്കാം കേട്ടോ. അപ്പൊ നമ്മുടെ പാലില് നന്നായി അരി വെന്തുണ്ട് കേട്ടോ. അപ്പൊ ഇതിൽ നമുക്കിതൊരു 50% വെന്ത് കഴിഞ്ഞിട്ട് കേട്ടോ. ഇനി നമുക്കിത് ഇതിലേക്ക് 1-ാം പാല് വെച്ചിട്ടുണ്ട് ബാക്കി വേവിക്കുക. പിന്നെ ഇതിലേക്ക് വേവ് അധികം പാടില്ല. നമുക്കൊരു 90% വേവ് പാടില്ല. നമുക്ക് ഈ കഴിക്കുമ്പോൾ ഇത്തിരി കടിക്കാൻ ഒരു ഇത് കിട്ടണം കേട്ടോ. എന്നാലേ നമുക്ക് ഒരു കഴിക്കാനായിട്ട് രുചി ഉണ്ടാവുള്ളൂ. അപ്പോൾ ബാക്കി നമുക്ക് 1-ാം പാല് ഒഴിക്കാം കേട്ടോ. നമുക്ക് നമുക്ക് നന്നായി ഇളക്കി കൊടുക്കാം കേട്ടോ. അതെ കറക്റ്റ് പാകമായിട്ട് നമ്മുടെ വിഷുക്കട്ടയുള്ള അരിയൊക്കെ വെന്ത് നല്ല പാകമായിട്ട്. ഇതേ ഇത്രയും വേവ് ആവുള്ളൂ ആവാൻ പാടുള്ളൂ. എന്താ കാര്യം വല്ലാണ്ട് ഉടയാനൊന്നും പാടില്ല. ഉടഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ അതിൻ്റെ വിഷുക്കട്ടയ്ക്കുള്ള ഒരു ഇത് കിട്ടില്ല. ഇനി നമുക്കിതിൽ 2 ഐറ്റംസ് ചേർക്കാണ്ടിട്ട് കഴിയും. അപ്പോൾ അതിൽ ചുക്കിൻ്റെ പൊടിയിട്ടാ. ചുക്കുപൊടി ഇങ്ങനെ പതുക്കുന്ന വിതറി കൊടുക്കട്ടെ. 1 ടീസ്പൂണാണ് ഇട്ടിട്ടുള്ളത്. അതിൽ ജീരകം 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ നന്നായി വിളമ്പി കൊടുക്കാം കേട്ടോ. അതെ നമ്മുടെ വിഷുക്കട്ട തയ്യാറായിട്ട് കേട്ടോ. അപ്പം എങ്ങനെയൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ ഒന്നുകൂടി ഞാനൊന്ന് പറഞ്ഞു തരാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഒരു 2 നാളേരം എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ 2.5 നാഴി അരി എടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ 1-ാം പാല് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ 2-ാം പാലിലാണ് നമ്മൾ ഈ അരി വേവിച്ചത് കേട്ടോ. അങ്ങനെ നമ്മൾ ഒരുവിധം ഒരു 60% ആയപ്പോൾ നമ്മൾ 1-ാം പാല് ഒഴിച്ച് ഒന്നുകൂടി വേവിച്ചു. അതുകൊണ്ട് അരി നമുക്കൊരു 90% വെന്തു. എന്നിട്ട് അതിൽ നമ്മൾ ചുക്കിൻ്റെ പൊടിയും ഉപ്പ് പിന്നെ നമ്മുടെ ജീരകം ഇട്ടിട്ടതേ ഇങ്ങനെയാണ് നമ്മുടെ വിഷുക്കട്ട ഉണ്ടാക്കേണ്ടത്. തൃശ്ശൂർക്കാരെ ശൈലിയുള്ള വിഷുക്കട്ട. അപ്പോൾ നമ്മുടെ വിഷുക്കട്ട തയ്യാറായി കിടക്കണം. അപ്പോൾ എനിക്ക് സാധാരണ നമ്മൾ കൂട്ടി കഴിക്കണം എന്ന് പറയുന്നത് ശർക്കര പാനീയം അല്ലെങ്കിൽ നമ്മുടെ മാങ്ങക്കറി ഇട്ടിട്ട് കഴിക്കണം. അപ്പോൾ നമ്മളിത് 2 ഉപയോഗിക്കുന്നത്. എന്താ വെച്ചാൽ നമുക്കിന്ന് അടിപൊളി ഒരു മാമ്പഴക്കറി ഇട്ടാന്ന് നോക്കുന്നത്, മാമ്പഴ പുളിശ്ശേരി. അപ്പോൾ ഇത് എടുക്കുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് കുറച്ച് നേരം നമുക്ക് ചൂടാറി ഇരിക്കണം കേട്ടോ. എന്നാലും നമുക്കിത് ഇങ്ങനെ മുറിച്ച് കഷ്ണമായി കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് മാമ്പഴ പുളിശ്ശേരി ഇട്ടാക്കുള്ള പരിപാടിക്ക് പോകാം കേട്ടോ. അപ്പോൾ അതുവരെ ഇതൊന്ന് അവിടെ നിന്ന് നമുക്ക് ചൂടാറാനായിട്ട് ഇതവിടെ മാറ്റി വയ്ക്കാം കേട്ടോ. അപ്പോൾ ഓക്കെ. അതെ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാനുള്ള പരിപാടി കേട്ടോ. അപ്പോൾ മൺചട്ടിയാണ് എടുത്തു കേട്ടോ. മൺചട്ടിയിൽ എന്ത് വെച്ചാലും രുചി ഉണ്ടെന്ന് അറിയാലോ. അപ്പോൾ മാമ്പഴ പുളിശ്ശേരിക്ക് ഒന്നുകൂടി രുചി കൂടും കേട്ടോ.
അപ്പോൾ ആദ്യത്തെ പരിപാടി എന്ന് പറയുന്നത് നമ്മുടെ മാമ്പഴം കേട്ടോ. അപ്പോൾ പരമാവധി നമുക്ക് കുഞ്ഞ മാമ്പഴം കേട്ടോ. ഈ മാമ്പഴത്തിന് ഒരു പ്രത്യേകത ഉണ്ട്. അപ്പോൾ മാമ്പഴം നമുക്ക് ആദ്യം ഇടാം. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം കേട്ടോ അതിലേക്ക്. പിന്നെ നമുക്കിത് ഇതിലേക്ക് മുളക് പൊടി ഇടാം. അതിലൊരു പേരിന് മാത്രം ഇടണോളോ. എന്താ കാരണം വെച്ചാൽ നമുക്ക് പച്ചമുളക് ഇടുന്ന കാരാണ്ട് നമുക്ക് കുറച്ച് മുളക് പൊടി ഇട്ടാൽ മതി കേട്ടോ. പിന്നെ നമുക്ക് ആവശ്യത്തിന് നമുക്ക് ഓരോരുത്തർക്ക് അനുസരിച്ച് നമുക്ക് ഞാനിപ്പോൾ 2 ബെല്ലം ഇട്ട് കൊടുക്കണമല്ലോ. മധുരം കൂടുതലും കുറവൊക്കെ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ എനിക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ഉപ്പിട്ട് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ എനിക്ക് മാമ്പഴ പുളിശ്ശേരിക്ക് ഏറ്റവും സൂപ്പർ മാങ്ങ എന്ന് പറഞ്ഞാൽ ചന്ദ്രക്കായെന്നാണ് കേട്ടോ മാങ്ങയുടെ പേര്. അപ്പോൾ അതൊക്കെ ഉപയോഗിക്കാൻ വെച്ച് കഴിഞ്ഞാൽ മാമ്പഴ പുളിശ്ശേരിക്ക് അടിപൊളിയായിട്ട് മാമ്പഴ പുളിശ്ശേരിക്ക് ടേസ്റ്റ് കിട്ടും കേട്ടോ. അപ്പോൾ ഇതൊന്ന് നന്നായി ഒന്ന് തിളച്ച് വരാം കേട്ടോ. എന്നിട്ട് നമുക്ക് അടുത്തതിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ നമ്മുടെ മാമ്പഴമൊക്കെ നന്നായി വെന്തുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് തൈര് ചേർക്കാം കേട്ടോ. തൈര് നമ്മൾ ഒരു കപ്പ് ഇങ്ങനെ ചേർക്കുന്നുണ്ട്. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇനി ഇത് നന്നായി ഒന്ന് തിളക്കട്ടെ. അപ്പോൾ നന്നായി ഒന്ന് തിളച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അരപ്പുണ്ട്. അരപ്പിലേക്ക് നമ്മൾ ചേർത്തിട്ടുള്ളത് നാളികേരം, കുരുമുളക്, പിന്നെ ജീരകം കേട്ടോ. അപ്പോൾ ഈ അരപ്പ് നമുക്ക് ഇതിലേക്ക് ചേർക്കാം കേട്ടോ. ആയിരിക്കും നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ആവശ്യത്തിന് നമുക്ക് കുറച്ച് ഉപ്പൊക്കെ ഇട്ട് നോക്കി നോക്കാം. ഉപ്പൊക്കെ പാകത്തിനായിട്ട് കേട്ടോ. അപ്പോൾ ഇനി നന്നായി തിളയ്ക്കാൻ പാടില്ല. കുറച്ചൊന്ന് പോള കൂട്ടുമ്പോൾ ഒന്ന് ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതൊന്ന് ഇത്തിരി ഒന്ന് പോള കൂട്ടീന് കേട്ടോ. അത് വല്ലാണ്ട് തിളക്കരുത്. ഇനി ഇതിലേക്ക് നമുക്ക് കടുക് ഇതൊക്കെ താളിച്ചതിലേക്ക് ഒഴിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം കേട്ടോ. വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ച് നന്നായി ചൂടായി കേട്ടോ വെളിച്ചെണ്ണ. അപ്പോൾ എനിക്ക് എടുത്തിട്ടുള്ളത് നമ്മൾ മുളകാണ് എടുത്തിട്ടുള്ളത്. ഇനി കടുക് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് കടുക് പൊട്ടിക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് മുളക് ഇടാം കേട്ടോ. അതാണ് നമ്മൾ നന്നായി കാച്ചിയിൽ കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ വിഷുക്കാട്ടാമയ്ക്ക് നമ്മുടെ മാമ്പഴ പുളിശ്ശേരി ഒഴിക്കണം കേട്ടോ. ഇങ്ങനെ മാമ്പഴമൊക്കെ പറഞ്ഞെടുത്തുണ്ട്. അപ്പോൾ ഇതിൻ്റെ രുചി ഒന്ന് നോക്കാം കേട്ടോ. അതായത് നമ്മുടെ വിഷുവായിട്ട് നമ്മുടെ വിഷുക്കാട്ടയും നമ്മുടെ മാമ്പഴ പുളിശ്ശേരി ഒന്ന് എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മുടെ തൃശ്ശൂർ ശൈലിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ പല നാട്ടിലും പല രീതിയിലായി ഉണ്ടാക്കേണ്ട വരാം. നമുക്കൊന്ന് ഇതിൻ്റെ രുചി ഒന്ന് നോക്കാം കേട്ടോ. സ്വർഗം സൂപ്പറാണ് കേട്ടോ അത് ശരിക്കും. അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. അപ്പം നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ വിഷുക്കാലം നമ്മുടെ പോട്ടാം. അപ്പോൾ ഈ വിഷുക്കാട്ടയും ഈ മാമ്പഴ പുളിശ്ശേരി ഒന്ന് എല്ലാവരും ട്രൈ ചെയ്ത് അപ്പോൾ വിഷുവിന് എല്ലാവർക്കും ആശംസകൾ കേട്ടോ.